റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗള ലില്ലാഹി വ അഅത്വ ലില്ലാഹി വ മനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടുവോ, അള്ളാഹുവിന് വേണ്ടി വെറുത്തോ, അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണിച്ചോ, അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി നൽകി, അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു, അവനവൻ്റെ ഈമാൻ പൂർത്തിയാക്കി. ഇവിടെ ലില്ലാഹി എന്ന ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ പതിയേണ്ടതാണ്. നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയായി മാറിത്തീരുക. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളിലും, ഒരു മനുഷ്യനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പൊതുവെ ഒരു ഉത്തരം പറയും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി, എൻ്റെ അള്ളാഹ് എന്നോട് കൽപ്പിച്ചതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നു എന്ന് തീരുമാനമെടുത്ത ആ വിവാഹത്തിലും അവൻ്റെ കുടുംബജീവിതത്തിലും ആ ഈമാൻ നിലനിൽക്കും. കച്ചവടം ചെയ്യുന്ന ഒരാൾ എന്തിന് കച്ചവടം ചെയ്യുന്നു? എൻ്റെ കുടുംബം പോറ്റാൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു എന്നോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ, കച്ചവടം ഹലാലാക്കി പലിശ ഹറാമാക്കി. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ്റെ കച്ചവടത്തിൽ നിന്ന് തെറ്റായ എല്ലാം ഒഴിവാക്കുകയും ആ കച്ചവടത്തെ ഏറ്റവും ഹലാലായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ കച്ചവടക്കാരെ കുറിച്ചാണ് പറഞ്ഞത്, അവർ അമ്പിയാക്കളോടും ശുഹദാക്കളോടും ഒപ്പമാണെന്ന് പറഞ്ഞു. ഇതുപോലെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിന് വേണ്ടി എന്ന ആ കാര്യം നമ്മുടെ സ്പെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ ഒഴിവാക്കുമ്പോഴും തടയുമ്പോഴുമൊക്കെ അള്ളാഹുവിന് വേണ്ടിയാക്കുക. ആ അർത്ഥത്തിൽ ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി, ലില്ലാഹി എന്ന വാക്ക് ഉറപ്പിച്ച് നിർത്തുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.